13-ാം സെക്ഷനിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വലിയ പ്രവൃത്തികൾ ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നു? 7-ാം ദിവസത്തിൽ ദൈവപ്രവൃത്തിയുണ്ട്. 6 ദിവസം എരിഹോ മതിൽ ചുറ്റാനാ പറഞ്ഞത്. 7-ാം ദിവസം ആർപ്പിടും. ഇന്ന് ആർപ്പിടുന്ന ദിവസമാ, ഇന്ന് സന്തോഷിക്കുന്ന ദിവസമാ, ഇന്ന് ചിലതിന്റെ മേൽ ജയം പ്രാപിക്കുന്ന ദിവസമാ. നമുക്ക് വേഗത്തിൽ വേദഭാഗത്തിൽ കടന്നു വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 6-ാം വാക്യം. ന്യായാധിപന്മാർ 16:6. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ നിന്നെ ബന്ധിച്ച് ഒതുക്കാം? എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു രാജാവേ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു രാജാവേ. അപ്പച്ച, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണോപ്പ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണേപ്പ. മനുഷ്യ ശബ്ദമല്ല യേശോപ്പ സംസാരിക്കുന്ന ശബ്ദം ഞങ്ങൾ കേൾക്കട്ടെ. ദൈവീയ ശബ്ദം കേട്ടറിഞ്ഞ് കർത്താവിനെ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. സ്വർഗം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ബ്ലസ് ചെയ്യുന്ന കർത്താവെ, നിന്റെ അകത്ത് രോഗികളായ ആരെങ്കിലും ഭാരപ്പെടുത്തുന്നെങ്കിൽ രോഗസൗഖ്യം വിടുതലും കർത്താവ് കൽപ്പിക്കണേയപ്പ. മനസ്സ് തകർന്ന് ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിനെ അങ്ങ് വിടുവിക്കണേ യേശുപ്പ. മനസ്സിനെ അങ്ങ് പണിയണിയപ്പ. നന്ദിയോടെ വാഴ്ത്തുന്നു. സാമ്പത്തികമായി ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി പുതിയ വഴികളെ കർത്താവ് തുറന്ന് മാനിക്കണേയപ്പ. ഒന്നിനെ കുറിച്ച് ആകുലപ്പെടാൻ അനുവദിക്കരുതേ, ഭാരപ്പെടാൻ അനുവദിക്കരുതേ അപ്പ. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ നിന്നെ ബന്ധിച്ച് ഒതുക്കാം? എനിക്ക് പറഞ്ഞു തരേണം എന്ന് ദലീല ശിംശോനോട് പറഞ്ഞു. ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി റെഡിയാകുമ്പോൾ 7-ാം ദിവസം എന്താ സംസാരിക്കേണ്ടതെന്ന് ദൈവം അവരോട് ചോദിക്കുമ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, നിങ്ങളെ നോക്കിയിരിക്കുന്ന ചില വ്യക്തികൾ ഉണ്ട്, നിങ്ങളെ നോക്കിയിരിക്കുന്ന ചില പൈശാചിക ലോകമുണ്ട്. നിങ്ങളെ എങ്ങനെ ബന്ധിക്കാം, നിങ്ങളെ എങ്ങനെ തകർത്ത് കളയാം, നിങ്ങളെ എങ്ങനെ വേദനിപ്പിക്കാം കുഞ്ഞെ. പക്ഷെ ദൈവമാ നിന്നെ നിർത്തിയിരിക്കുന്നത്. മറന്നു പോകരുത്, നിന്നെ തൊടാൻ കഴിയില്ല. ഹല്ലേലൂയ. ശിംശോൻ അവളുടെ ചക്കരവാക്കിൽ കുടുങ്ങി പോകുകയാ. ദൈവാത്മാവ് പ്രാരംഭത്തിൽ വ്യക്തമായ ഒരു വാണിംഗ് തരുന്നു. ചക്കരവാക്ക് പറഞ്ഞ് നിന്റെ അടുത്ത് വരുന്ന ഏവനെ വിശ്വസിക്കരുത്. അവൻ ചിലപ്പോ നിന്നെ പ്രാണനെ കെണി വരുത്താൻ വരുന്നതായിരിക്കും. എനിക്കറിയില്ല. ഈ ഗ്രേസ് ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട് പരിശുദ്ധൻ അങ്ങനെ തന്നെ വിളിച്ചു പറയാൻ പറയുന്നു. ചക്കര വാക്ക് പറഞ്ഞ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ കാണാം എന്നൊക്കെ വിചാരിച്ച പലരും സിസ്റ്ററിനറിയാം ഇന്ന് കൂടെ ഇല്ല. കാരണം ദൈവം മാത്രമേ കൂടെ കാണത്തുള്ളൂ കേട്ടോ. മാനുഷ്യമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമ്മളെ വിട്ടിട്ട് പോകും. മനുഷ്യൻ നമ്മളെ കുറവുകളും ബലഹീനതകളും വിളിച്ചു പറഞ്ഞിട്ട് പോകും. ഞാൻ നിങ്ങളെ ഒരു ദൈവം പരിചയപ്പെടുത്താം. അത് നമ്മുടെ സർവശക്തനായ ദൈവമാണ്. നമ്മുടെ കുറ്റവും കുറവും ഒന്നും വിളിച്ചു പറയാത്ത, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, നാം ബലഹീനനായി പോയാൽ പോലും നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? നിന്റെ മഹാശക്തി ഏതിലാകുന്നു? എത്രമാത്രം നിങ്ങളെ ബന്ധിക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങളെ ബന്ധിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ കഴിവിലല്ല. അതൊരു പോയിന്റ് ആകട്ടെ. എത്ര പേർക്ക് മനസ്സിൽ നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ ബലമല്ല, നിങ്ങളുടെ ക്വാളിറ്റി അല്ല, ദൈവത്തിന്റെ കൃപയാ. ആത്മാവിലൊന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. ഇനി പ്രഭാതത്തിൽ അപ്പായുടെ ദൈവദിക്കത്തില്ല. ഫെലിസ്ത്യ പ്രഭുക്കന്മാര് ചാരന്മാരായി നിൽക്കുന്നുണ്ട്. എനിക്കറിയില്ല, ദൂത് അങ്ങനെയാ വരുന്നത്. ഫെലിസ്ത്യ പ്രഭുക്കന്മാര് ചാരന്മാരായി നിൽപ്പുണ്ട്. അതിന്റെ അകത്ത് ചാരന്മാരായി നിൽക്കുമ്പോ ഞാനൊരു കാര്യം പറയാം, നീ കരയേണ്ടി വരില്ല. ശിംശോനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കരയേണ്ടി വരത്തില്ല. നിന്നെ തകർത്ത് കളയാൻ അവർ പദ്ധതി ഇടുമ്പോ, നിനക്ക് വിരോധമായി റീഗപരകസ്യബ്ദനെ വാദഗതി ഉയർത്തുമ്പോ, ഇത് കുടുംബത്തിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ശുശ്രൂഷയിലായിക്കോട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, നീ തകർന്നു പോകുവാൻ കാണാൻ ആഗ്രഹിക്കുന്ന ചിലരുടെ മധ്യ നിന്റെ തല ഉയരുന്ന സീസണാ ഫെബ്രുവരി മാസം.
എനിക്കിനി ആ ദേശത്തിൽ ജീവിക്കേണ്ട സിസ്റ്ററെ മതിയായി, എനിക്കിനി ആ വീട്ടിൽ ജീവിക്കേണ്ട സിസ്റ്ററെ മതിയായി, എനിക്ക് ആ ശുശ്രൂഷ ഇനി വേണ്ട സിസ്റ്റർ എന്നൊക്കെ കരയുന്ന ചിലരെ കർത്താവിനെ കാണിക്കുന്നു. ഇല്ല ഇല്ല ഇല്ല, നീ നീതിമാനാണെങ്കിൽ നീ അവിടെ തന്നെ നിൽക്കണം. ഓ ഖബബബബബ, ദുഷ്ടനെ നീ നോക്കും, നീ കാണുകയില്ല. റീത്തരേധരലഗബരഹദുരുദുര, നീ അവിടെ നിൽക്കും, ദുഷ്ടനെ നീ കാണുകയില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. നമ്മുടെ കൂടെ കൂടുന്ന വ്യക്തികൾ, നമ്മുടെ കൂടെ ആയിരിക്കുന്ന വ്യക്തികൾ ആരാണെന്ന് വ്യക്തമായ ബോധം നമുക്കുണ്ടായിരിക്കണം. നാം എല്ലാവരോടും എല്ലാം പറഞ്ഞ് നടക്കരുത്. നിന്റെ ദർശനം പറയേണ്ടവരോട് മാത്രം പറയാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. അത് ഞാൻ പറയാൻ കാരണം, യോസേഫ് സഹോദരനോട് ദർശനം പറയുന്ന ആ നിമിഷം തന്നെ ഒട്ടക്കുഴി ഒരുക്കുകയാ. എന്തുകൊണ്ടാ? അവനോടല്ല പോര്, അവൻ കണ്ട ദർശനത്തോടാ. മനസ്സിലാവും, നിന്നോടല്ല അവർക്ക് ദേഷ്യം, നീ കണ്ട ഒരു ദർശനമുണ്ട്, നീ കണ്ട ഒരു വാഗ്ദത്തമുണ്ട്, നിന്നിലൂടെ വെളിപ്പെടുത്തേണ്ട ഒരു മഹത്വമുണ്ട്. അതിനോടാണ് ദുഷ്ടൻ എപ്പോഴും ഹാലേലൂയ യുദ്ധം ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം പറയാ, യുദ്ധം നിനക്കു വേണ്ടി ചിലര് ചെയ്യുമ്പോ നീ അവിടെ മിണ്ടാതിരിക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗം നിനക്കു വേണ്ടി ഉത്തരം തരും. റീതരൊക്കെ പല കാര്യങ്ങളും കർത്താവ് എന്നോട് പറയുന്നു, പല കാര്യങ്ങളും നിങ്ങളെ കുറിച്ച് പലരും വന്നു പറയുമ്പോ കർത്താവ് എന്നോട് പറയുന്നു, അതിൽ വിഷമിക്കാൻ നിൽക്കരുത്, വിഷമിക്കാൻ നിൽക്കരുത്. ഇതിനകത്ത് ഒരുപാട് ചാരന്മാരെ കർത്താവിനെ കാണിക്കുന്നു. എന്തിനാ? നമ്മുടെ മനസ്സിനെ ഉടയ്ക്കാനാണ് ചിലരെ ദുഷ്ടൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ സംതൃപ്തിയോടെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അകത്ത് ശക്തമായി ഓടിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ വേഗതയെ കുറയ്ക്കാൻ ദുഷ്ടൻ എടുത്തെറിയുന്ന അമ്പാണ് നിന്നെ എന്ന് പറയുന്നത്, പരിഹാസം എന്ന് പറയുന്നത്, ദൂഷണം എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോക്കുന്നേ ഇല്ല. നമ്മുടെ നോട്ടം എപ്പോഴും കർത്താവിങ്കലായിരിക്കണം. ഹല്ലേലൂയ. പത്രോസ് ഒരു നിമിഷം വെള്ളത്തിലേക്ക് നോക്കിപ്പോയി, കൂടെയുള്ള ശിഷ്യന്മാരിലേക്ക് നോക്കിപ്പോയി, അവൻ താഴാൻ തുടങ്ങി. തൂത് ദൈവത്തിൽ നിന്ന് നീ എപ്പോ മുഖം തിരിക്കുന്നോ നീ താഴാൻ തുടങ്ങോ. കർത്താവിങ്കലേക്ക് നോക്ക്, കർത്താവിങ്കലേക്ക് നോക്ക്. അവനിലേക്ക് നോക്കിയ ഒരുത്തനും ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. കൂട്ടുകാര് മാറിപ്പോവും, നാട്ടുകാര് മാറിപ്പോവും, വീട്ടുകാര് മാറിപ്പോകും, മാറിപ്പോകാത്തത് ദൈവവചനം മാത്രമാണ്. ആകാശവും ഭൂമിയും എല്ലാം മാറിപ്പോകും കേട്ടോ. ഇന്ന് കാണുന്നവരെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകും. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ കൂടെ കാണാമെന്ന് പലരും ഇന്ന് നിങ്ങളുടെ കൂടെ ചോദിച്ചാൽ നിങ്ങൾ പറയും അവരില്ലെന്ന്. ഞാനൊരു കാര്യം പറയാം, ലോകാവസാനത്തോളം നിന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ഒരേ ഒരുത്തനേ ഉള്ളൂ, അത് സർവശക്തനായ യഹോവയാണ്. മനസ്സിലാകുന്നുണ്ടോ? നാം ജീവിതത്തിന്റെ അകത്ത് തളർന്നു പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആലോചന. നിന്റെ ശക്തിയെ ചോർത്തിക്കളയാൻ ചില ഏജന്റുമാരെ നിയമിക്കും. പൈശാചിക ലോകം ശ്രദ്ധിച്ച് കേൾക്കണം. 7-ാം ദിവസം 13-ാമത്തെ സെക്ഷനിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇനി നിങ്ങളെ ചതിക്കാൻ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. നിങ്ങളെ ഇനി ചതിക്കാൻ വിട്ടുകൊടുക്കരുത്. ഇനി നീ കരയാൻ ഇടവരരുത്, നിലവിളിക്കാൻ ഇടവരരുത്. പൈശാചിക ലോകം ചില സുഹൃത്തുക്കൾ ബന്ധങ്ങളൊക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ നന്മയെ എടുത്തു കളയും. ആ വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയണം, ആ ബന്ധങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ദലീലയെ കണക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യാനാ? ശിംശോനെ തകർത്ത് കളയാനാ. ചിലരൊക്കെ നിന്റെ അടുക്കൽ കണക്ട് ആകുന്നത് നിന്നെ തകർക്കാനാണ്. മനസ്സിലാക്കണം, മനസ്സിലാക്കണം. ചില ബന്ധങ്ങൾ നിന്നെ തകർക്കാനാ കടന്നു വരുന്നത്, നിന്നെ ശാപത്തിലേക്ക് തള്ളിയിടാനാ, നിന്റെ വാഗ്ദത്തത്തിൽ നിന്നെ വീഴ്ത്തിക്കളയാനാ. ഭാരപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്, കർത്താവ് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിലുള്ള ബന്ധമാണെന്ന് എങ്ങനെ അറിയാം? ആ ഒരു ദൂതും കൂടി ഞാൻ അങ്ങോട്ട് കൈമാറട്ടെ. പരിശുദ്ധാത്മാവിലുള്ള ബന്ധമാണെങ്കിൽ നിങ്ങളെ ഒരിക്കലും ചതിക്കയില്ല. എപ്പോഴും നിങ്ങൾക്ക് ആത്മീക വർധനവ് വരുത്തുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും ആ വ്യക്തിയോട് കുറവ് പറഞ്ഞാൽ ആ കുറവ് നിങ്ങളോട് പറയത്തില്ല, നിങ്ങളോട് ദേഷ്യം കാണിക്കത്തില്ല. ആ വ്യക്തി ക്ഷമിച്ചിട്ട് നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. റികബലതന, മനസ്സിലാകുന്നുണ്ടോ? ആ വ്യക്തി നിന്നോടൊരു സ്നേഹം തുടങ്ങും. അത് ദൈവ സ്നേഹമാണ്, അത് ദൈവത്തിൽ നിന്ന് വന്ന സ്നേഹമാണ്. ഹല്ലേലൂയ. വിശ്വസിച്ചോ? ഇതിന്റെ അകത്ത് ആരോടൊക്കെയോ മേൽ അസാധാരണമായ ഒരു മഹത്വം വെളിപ്പെടുന്നുണ്ട്. ചില ഹൃദയങ്ങൾ വേദനിക്കപ്പെട്ട ചില പ്രാണബന്ധങ്ങൾ
നീ അവർക്ക് വേണ്ടി ഉപവസിച്ചതാണ്, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ഇപ്പോൾ പലരും റീഗബസ് നിനക്ക് വിരോധമായി തീർന്നിരിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കരയുന്ന ആ വിഷയത്തിന്റെ അകത്ത് ദൈവം ചില പ്രതിക്രിയകളെ ചെയ്യാൻ പോകുന്നു. നീ ഉത്തരം പറയേണ്ട കാര്യമില്ല, സ്വർഗം ചില ഉത്തരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് വെളിപ്പെട്ട് വരാൻ പോകുന്നു. ശത്രുക്കൾ ചിതറി പോകും. ഹാലേലൂയ. നിന്റെക്കെതിരായി ഹാലേലൂയ പദ്ധതി തയ്യാറാക്കി കാത്തിരിക്കുന്ന, നിന്റെ തലയെ തകർക്കാനായിരിക്കുന്ന ചില ശത്രുവിന്റെ കരങ്ങളെ പരിശുദ്ധാത്മാവ് തകർത്ത് കളയാൻ പോവുകയാണ്. നീ ദൈവത്തിന്റെ പൈതല, മറന്നു പോകരുത്. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. പ്രിയ സഹോദരി ഫേബ സംനീഷ്, ആ ഡിവൈസിലായിരിക്കുന്ന പ്രിയ സഹോദരി, പരിശുദ്ധാത്മാവ് പറയുന്നു, ചില മാനുഷ്യമായ കെണികൾ കാരണം നിന്നെ വല്ലാതെ ഉടയ്ക്കുന്നുണ്ട്. നീ അറിയാത്ത ചില കാര്യങ്ങൾ നിന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന ഒരു മേഖല കർത്താവിനെ കാണിക്കുന്നു. കുഞ്ഞെ, ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, ഭാരപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, വേദനിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. പരിഹസിക്കുന്ന ചില വ്യക്തികൾ കാണുക തന്നെ, നിന്ദിക്കുന്ന ചില വ്യക്തികൾ കാണുക തന്നെ, നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവ പദ്ധതി ഉണ്ടെന്ന് മറന്നു പോകരുത്. പൊട്ടക്കുഴിയിടകത്ത് നിന്നെ തള്ളിയിടാമെന്ന് ശ്രമിക്കുന്ന ചില വ്യക്തികൾ കാണുക തന്നെ, ചില രാജകീയമായ പദവികൾ നിനക്ക് വേണ്ടി ദൈവാത്മാവ് ഒരുക്കുക. അവർ വിചാരിച്ചു നീ തീർന്നു പോയെന്ന്, അവർ വിചാരിച്ചു നീ ഇനി എഴുന്നേൽക്കത്തില്ലെന്ന്. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഒരിടത്തും നീ തകരപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. എന്ന് ആത്മാവിൽ സ്വീകരിച്ചോ കേട്ടോ. റീഗപരക ദൂര രഗപരകസി, മാനസികമായി ചിലപ്പോഴൊക്കെ തളർന്നു പോകുന്ന അനുഭവമുണ്ട്. എനിക്കാരുമില്ല, എനിക്കൊന്നും മുമ്പോട്ട് പോകാൻ കഴിയില്ല, എല്ലാം അവസാനിച്ചു, എന്റെ ജീവിതത്തിന്റെ അകത്ത് ഞാൻ ഇനി എങ്ങനെയാ മുമ്പോട്ട് പോകുന്നത്? ദൈവാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടിയൊക്കെ നിന്നെ തീർന്നാലും ആരൊക്കെ നിന്നെ പഴിച്ചാലും ദൈവത്തിന് നിന്നെ വിട്ടുകളയാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. ഒന്ന് വിശ്വസിക്ക്. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഒക്കെ തിരിക്കുന്ന ദൈവ പൈതലെ, നിന്റെ ഹൃദയത്തിന്റെ വേദന കർത്താവ് അറിയുന്നുണ്ട്. നമ്മൾ എപ്പോഴാ തളർന്നു പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ വിശ്വസിക്കുന്നവർ നമുക്കെതിരെ തിരിയുമ്പോഴാണ് നമ്മൾ തളർന്നു പോകുന്നത്. ശരിയല്ലേ? നമ്മൾ സ്നേഹിച്ചത്, നമ്മൾ കരുതിയത്, ഈ ദലീല ഈ ശിംശോന്റെ ലൈഫുമായി ബന്ധപ്പെട്ട് വരുന്നത്, അവനെ സ്നേഹിച്ചാണ് അവനുമായി കണക്ട് ആകുന്നത്. എല്ലാ സ്നേഹവും ദൈവത്തിൽ നിന്നുള്ളതല്ല. എല്ലാ ായ്മകളും ദൈവത്തിൽ നിന്നുള്ളതല്ല, എന്നുള്ളത്. ചില ഇടങ്ങളിൽ ശത്രുവിധ പരിശുദ്ധ ആലോചന പറയുന്നു, തളർന്നു പോകരുതേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്, ദൂതന്മാരുണ്ട്. നിന്റെ കാല് കുഴഞ്ഞു പോകാതെ, നീ തളർന്നു പോകാതെ, ഇതിന്റെ ഒക്കെ ഓടി ഓടി ക്ഷീണിച്ചു പോയ ചിലരെ കർത്താവിനെ കാണിക്കുന്നു. ഇനി എനിക്കൊരു രക്ഷയില്ല സിസ്റ്റർ, ഞാൻ എങ്ങനെ ഇനി മുമ്പോട്ട് പോകും, എനിക്ക് വഴിയറിയാതെ ഞാൻ നിൽക്കുകയാ. ദൈവാത്മാവ് നിങ്ങളോട് തന്നെയാ പറയുന്നത്. ശിംശോനെ കുതിക്കിയതുപോലെ ചില ദലീലമാർ നിനക്കെതിരെ ആത്മാവിൽ പറന്ന് പറ, ഞാൻ ആത്മാവിൽ ജയിക്കാൻ പോവാ, എന്നെ ബന്ധിക്കുന്ന പദ്ധതികളെ ആത്മാവിൽ ഞാൻ ജയിക്കാൻ പോവാ. നിങ്ങൾ കരമടിക്കുമ്പോൾ തന്നെ ചില മേഖലകൾ അകത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തൊരു വിടുതൽ ഉണ്ടാകുകയാണ്. ശരീരത്തിന്റെ അകത്ത് കെട്ടി മുറുക്കി വെച്ചിരിക്കുന്ന ചില മുഖങ്ങൾ അഴിക്കുകയാണ്. മനസ്സിന്റെ വേദനകൾ സൗഖ്യമാകുകയാണ്. യെസ്, തീ പിടിക്കട്ടെ. ഈ പ്രാരംഭ സെക്ഷനിൽ ദൈവാത്മാവ് ആരോടൊക്കെ മേൽ അസാധാരണ മഹത്വത്തിന്റെ തീ വ്യാപരിപ്പിക്കുന്നു. യെസ്, നോക്കിയിരിക്കുന്നവർ കാണുകയെ, ഭാരപ്പെടുത്താൻ കാത്തിരിക്കുന്നവർ കാണുക. മേരിക്കുട്ടി സാമുവേൽ പരിശുദ്ധാത്മാവരോട് വിളിച്ചു പറയാൻ പറയും, നിന്നെ നോക്കിയിരിക്കുന്നവർ കാണുക, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. റീഗബരാത്തിനി ഹബരകത്തിന് അപമാനം വരുത്തുവാൻ, നിന്ന വരുത്തുവാൻ, പഴി വരുത്തുവാൻ, വേദന വരുത്തുവാൻ ശത്രു തയ്യാറാക്കിയ സകല പദ്ധതികളും നിങ്ങൾ ഇപ്പോൾ ആരാധിക്കുമ്പോൾ തന്നെ അത് അഴിഞ്ഞു മാറുകയാ. റീഗബര ശരീരത്തിന്റെ പുറത്ത് കർത്താവിനെ കാണിക്കുന്ന ഒരു കാഴ്ച, ഒരു വല്ലാത്തൊരു ഭാരം പോലെ, റീഗത്തിന്റെ ഒരു വല്ലാത്ത ഇറിറ്റേഷൻ പോലെ, തൊലി പുറത്തുണ്ടാകുന്ന ചില അസ്വസ്ഥതകളെ കർത്താവ് ഇത് സൗഖ്യമാക്കുക. റീഗബരകത്തിന് പല ട്രീറ്റ്മെന്റ് നീ ചെയ്തു, പക്ഷെ നിനക്ക് സൗഖ്യമില്ല. മേരിക്കുട്ടി സിസ്റ്റർ, പരിശുദ്ധാത്മാവ് പറയുന്നു,
ദൈവത്തിന്റെ കരം നിങ്ങളെ തൊടുകയാ. ആ രോഗാവസ്ഥ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യമാവുകയാണ്. ഹല്ലേലൂയ. റിക്കേലെ ഇതര രകപര ഒരു രോഗത്തിന് നിന്റെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. ഒരു ശാപത്തിന് നിന്റെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. ഒരു നുഖത്തിന് നിന്റെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം നീ ദൈവത്തിന്റെ പൈതല. മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? നിന്നെ നിസ്സാരമെന്ന് നീ വിചാരിക്കരുത്. അഭിഷിക്തൻ ബിജോയ് പാസ്റ്റർ, നീ നിസ്സാരമെന്ന് വിചാരിക്കരുത്. ആ പട്ടണത്തിന്റെ അകത്ത് ഉണർവിന് വേണ്ടി അഭിഷിക്ത നിന്നെ കർത്താവ് കണ്ടിട്ടുണ്ട്. തളർന്നു പോയ ചിലരെ പണിതെടുക്കാൻ, ബലഹീനമായി പോയ ചിലതിനെ പണിതെടുക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ ചിലതിനെ പണിതെടുക്കുവാൻ, ആർക്കും വേണ്ടാത്ത ചിലതിനെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ അഭിഷിക്ത നിങ്ങളുടെ മേലെ ഒരു അനോയിന്റിങ് ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. തകർത്ത് കളയാൻ കാത്തിരിക്കുന്ന ചിലരുണ്ട്. നിന്നെ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ചില മേഖലകളുണ്ട്. ഭാരപ്പെടരുത്. കർത്താവ് പറയുന്നു, ദൈവം നിശ്ചയിച്ച ഇടങ്ങളിൽ നീ വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ അധികത്തിന് വിചാരകനാക്കുക. ജീവിതത്തിന്റെ അകത്ത് നീ തളർന്നു പോയെന്ന് നിനക്ക് തോന്നുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടും. നിന്റെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി ഉന്നതങ്ങൾ ഗിരികളിൽ നിർത്തുന്ന ഒരു സീസൺ ഉണ്ട്. നീ സ്നേഹിച്ചവര്, നീ കരുതിയവരുമാണ് നിനക്കെതിരെ കുറ്റം പറഞ്ഞത്. അതാ നിന്നെ തകർക്കുന്നത്. നീ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ, ആർക്കൊക്കെ വേണ്ടി ഇടിവിൽ നിന്നോ, അവരൊക്കെ തന്നെ പ്രതികൂലമായി തീർന്നു. ദൈവാത്മാവ് പറയുന്നു, തളർന്നു പോകരുത്. ഒരു വാക്കുപോലും മിണ്ടരുത്. മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കുക. നീ തയ്യാറാണെങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി ഒരു സീസൺ തുറക്കും. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ചില വാതിലുകൾ അഭിഷിക്ത നിനക്ക് വേണ്ടി ദൈവാത്മാവ് തുറക്കും. ഒരു വിദേശ രാജ്യത്തിന്റെ വാതിൽ സ്വർഗം തുറക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയെ അറിയത്തില്ല, നിങ്ങൾക്ക് ആ വ്യക്തിയുമായി ഒരു കണക്ഷനും ഇല്ല. പക്ഷെ ദൈവത്തിന്റെ കണക്ഷൻ അതിൻ്റെ അകത്ത് വെളിപ്പെട്ട് വന്ന ചില ഇടങ്ങൾ നിന്നെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അല്പത്തിൽ വിശ്വസ്തനാ, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ദൈവരാജ്യത്തിന്റെ അകത്ത് ചിലത് ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്യും. ബീന സിസ്റ്ററോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. സിസ്റ്റർ ചെയ്തു തുടങ്ങിയതിന്റെ പ്രതിഫലമാണ് ഇന്ന് ഈ കാണുന്ന ഇൻഗ്രേസ് ഫെലോഷിപ്പിന്റെ വളർച്ച. ാതിരുന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിന്റെ സന്നിധിയില് പഴിയോ ദുഷിയോ നിന്നയോ കുറ്റം പറച്ചിലോ ഒന്നും നോക്കിയിരുന്നെങ്കിൽ ഇതുവരെ എത്തത്തില്ലായിരുന്നു. ഞാനൊരു കാര്യം പറയാം, ഒന്നും നോക്കാതെ കർത്താവിന്റെ സന്നിധിയില് അപ്പ ഞാൻ യേശോപ്പായ്ക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാണ്. ഇൻഗ്രീസ് ഫെലോഷിപ്പിന്റെ അകത്തായിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ ഇവിടെ ഇരിക്കുന്ന അപ്പന്റെ കൃപയെ, അപ്പൻ നിന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഇതിന്റെ അകത്ത് ഇരിക്കാൻ കഴിയുന്നത് എന്ന് നീ മറന്നു പോകരുത്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, നീ അധിപതികളോടുകൂടെ ഇരിക്കുമ്പോൾ നിന്റെ നാവിനെ സൂക്ഷിക്കണം. അതാണ് ഞാൻ കഴിഞ്ഞ മണിക്കൂർ, കഴിഞ്ഞ നിമിഷങ്ങൾ നിങ്ങളോട് സംസാരിച്ചൊരു കാര്യം. നാം എല്ലാവരോടും എല്ലാം പറയരുത്, എല്ലാം നാം ഷെയർ ചെയ്യരുത്. പറയേണ്ടത് മാത്രം ഷെയർ ചെയ്യുക. അത് എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മളെ ചില കുടുക്കുകളിൽ, ചില കുഴികളിലൊക്കെ പെടുത്തുവാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം നമ്മളെ തന്നെ സൂക്ഷിക്കണം. നിന്റെ മുമ്പിൽ ഇരിക്കുന്ന അധിപതി പൈശാചി ഏജന്റ് ആണോ എന്ന് നമുക്കറിയത്തില്ല. നമ്മളെല്ലാം തുറന്നു പറയുമ്പോൾ, നമ്മുടെ ദർശനം വിളിച്ചു പറയുമ്പോൾ ആ ദർശനത്തിന് വിരോധമായി അവർ പണി ചെയ്ത് തുടങ്ങും. ഒരു കാര്യം പറയാം, എത്ര വലിയ തകർച്ചകളും എത്ര വലിയ പ്രതികൂലങ്ങളും എത്ര വലിയ പ്രതിസന്ധികളും നിനക്കെതിരെ ആഞ്ഞടിച്ചാലും നീ കണ്ട ദർശനം നടക്കും. അത് ദൈവമാണ് തന്നതെങ്കിൽ നടന്നിരിക്കും. ഇൻഗ്രേസ് ഫെലോഷിപ്പിന്റെ അകത്ത് പരിശുദ്ധാത്മ പറയുന്നു, എത്ര വലിയ ശക്തികൾ, അധിപതികൾ കുഞ്ഞെ നിനക്കെതിരെ എഴുന്നേറ്റ് വന്നാലും ദൈവമാണ് ദർശനം തന്നതെങ്കിൽ അത് നടക്കും, നടന്നിരിക്കും. ആ വ്യക്തികൾ കാണുകയെ തന്നെ നീ ഫലം കായ്ച്ചിരിക്കും. പലരെയും ഇതിന്റെ അകത്തുനിന്ന് വെട്ടിക്കളയാൻ ചില ദുഷ്ടശക്തികൾ ശ്രമിച്ചതാ. പക്ഷെ ബീന സിസ്റ്ററോട് അവർക്കുണ്ടായ ഒരു സ്നേഹം നേരിട്ട് കണ്ടിട്ടില്ല. അവിടെ ഹൃദയത്തിലുണ്ടായ സ്നേഹം അത് ആരാ കൊടുത്തത്? ദൈവമാ. മനസ്സിലാകുന്നുണ്ടോ? സിസ്റ്റർ ഒന്നും കൊടുത്തിട്ടല്ല, ദൈവം കൊടുത്തൊരു സ്നേഹത്തിലാണ് ഇതിന്റെ അകത്ത് ചിലർ നിൽക്കുന്നേ. പക്ഷെ ചിലരെയൊക്കെ വെട്ടിക്കളഞ്ഞു. ഈ വെട്ടിക്കളയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വേദന വരും അല്ലേ? ബീന സിസ്റ്ററോട് ചോദിച്ചാൽ അത് മനസ്സിലാവും. നിങ്ങളെക്കാൾ ഏറെ ആ പ്രിയ സഹോദരിക്ക് അത് മനസ്സിലാവും. വെട്ടിക്കളയുമ്പോൾ വേദന വരും. ഞാനൊരു കാര്യം പറയാം, ദൈവം അറിയാതെ ഒരു വ്യക്തി പോലും ഇതിന്റെ അകത്തുനിന്ന് പുറത്തു പോകത്തില്ല. കാരണം ഇത് ദൈവത്തിന്റെ
രാജ്യമാണ്, ഇത് ദൈവത്തിന്റെ സഭയാണ്. പിടികിട്ടുന്നുണ്ടോ? ആർക്കും വെട്ടിക്കളയാൻ കഴിയില്ലെന്ന് ആത്മാവിലൊന്ന് സ്തുതിച്ചോ. നിനക്കെതിരെ എത്ര അപവാദങ്ങളും നിന്ദകളും പഴികളും ദുഷികളോ കഴിച്ചു വിട്ടാലും ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമെങ്കിൽ ഒന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചോ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി നിൽക്കുന്ന ഏത് സാഹചര്യമായാലും, ഏത് മാനുഷ്യമായ കോട്ടകളായാലും, അധിപതികളായാലും നിന്നെ തൊടാൻ പറ്റത്തില്ല. നീ കർത്താവിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വഴി തിരഞ്ഞെടുത്തോടണം. നമ്മുടെ വഴികൾ എപ്പോഴും കർത്താവിന് ഇഷ്ടമുള്ളതായിരിക്കണം. സാദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 26-ാം വാക്യം പറയുന്നു, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരണം. ഹല്ലേലൂയ. നിന്റെ വഴിയിൽ ഓടാനല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത്, നിന്റെ ഹൃദയം എനിക്കുള്ളതാണ്. എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. നമ്മുടെ കണ്ണിന് ഇമ്പമായ വഴിയിലൂടെ ഓടാനല്ല, കർത്താവിന്റെ വഴിയിലൂടെ ഓടാൻ. ഹല്ലേലൂയ. ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന 13-ാമത്തെ സെക്ഷനിൽ പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, നിന്റെ വഴി അത് ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ ദൈവത്തിന്റെ വഴിയിൽ. ഹല്ലേലൂയ. നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴിയിൽ. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നമ്മുടെ ചിന്തകളല്ല അവന്റെ ചിന്തകൾ. അവന്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണമുള്ള വഴിയിലേക്ക് നീ ഓടണം. അങ്ങനെ ഓടാൻ തുടങ്ങിയ നിന്റെ മുമ്പിൽ ഒരു വാതിലിനും അടയപ്പെടാൻ കഴിയില്ല. ഒരു മനുഷ്യന് ദൈവത്തിന്റെ വഴിയിലാണ് ഓടുന്നതെങ്കിൽ ശത്രുക്കൾ പോലും അവനോട് ഇണക്കുന്നു എന്നാണ് വചനം പറയുന്നത്. നിനക്കെതിരായി നിൽക്കുന്നവർ നിന്നോട് വന്ന് മാപ്പ് പറയുന്ന മാസമാണ് ഫെബ്രുവരി മാസം. ഒരുപാട് കരഞ്ഞില്ലേ? ഇനി ഭാരപ്പെടേണ്ട. ആ വ്യക്തിക്ക് നിന്നെ മനസ്സിലാകാൻ പോകുന്നു. ഇതിന്റെ അകത്ത് ആരുടെയൊക്കെയോ പരിശുദ്ധ പറയുന്നു, ചില റിലേറ്റീവ്സ്, ചില വിശ്വാസികൾ, ചില മേഖല ബിസിനസ്സിൽ ആയിരിക്കുന്നവരൊക്കെ ബസ് നിന്നെ മനസ്സിലാക്കുന്ന ഒരു സീസൺ തുറക്കാൻ പോവുകയാ. എന്ത് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല, നിന്നെ എക്സ്പ്രസ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. ദൈവം തന്നെ അടയാളത്തോടെ ഹല്ലേലൂയ നിന്നെ വെളിപ്പെടുത്താൻ പോവുകയാ. അടയാളത്തോടെ ദൈവം നിന്നെ വെളിപ്പെടുത്താൻ പോവാ. നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കരയിക്കാൻ ശ്രമിക്കുന്നവർ കാണുക തന്നെ നീ ചിരിക്കും. വിശ്വസിച്ച് അത് പ്രോപ്പറ്റിക് മൂവായി മാറട്ടെ. നിന്നെ കരയിക്കാൻ ശ്രമിക്കുന്നവർ നീ ചിരിക്കുന്നത് കാണും. നിന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവർ നിന്റെ നന്മ കാണും, നിന്റെ ഉയർച്ച കാണും. നീ താഴ്ചയിലേക്ക് പോകാൻ കാത്തിരുന്നവർ നീ ഉയരുന്നത് അവർ കാണും. സഹോദരങ്ങളുടെ മുമ്പിൽ തന്നെ ദാവീദിനെ അഭിഷേകം ചെയ്തു. എന്തിനാ സഹോദരങ്ങളുടെ മുമ്പിൽ അഭിഷേകം ചെയ്തത്? സഹോദരങ്ങളാണ് ഏറ്റവും അധികം ദാവീദിനെ നിന്ദിച്ചത്. സഹോദരങ്ങളാണ് അവനെതിരായി തീർന്നത്. സഹോദരങ്ങളാണ് അവനെ പരിഹസിച്ചത്, അവനെ മാറ്റി നിർത്തിയത്. ആരാ നിന്നെ മാറ്റി നിർത്തിയത്? ആരാ നിന്നെ മാറ്റി നിർത്തിയത്? ആരാ നിനക്ക് വിരോധമായി തീർന്നത്? ആ വ്യക്തി തന്നെ നിന്റെ അനുഗ്രഹം കാണും. ഏത് ദേശത്തിലാണ് നീ കരയപ്പെട്ടത്, ഏത് ഇടങ്ങളിലാണ് നീ ഭാരപ്പെട്ടത്, അതേ ദേശത്തിൽ, അതേ പട്ടണത്തിൽ, അതേ നാട്ടുകാരുടെ മുമ്പിൽ തന്നെയായിരിക്കും കർത്താവ് നിന്നെ മാനിക്കുന്നത്. നിന്നെ വാലല്ല തലയാക്കും. ഇന്നലെ വരെ നീ വാലായിരുന്നെങ്കിൽ ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുക്കും നിന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ട് വരും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 11-ാം വാക്യത്തിൽ നിങ്ങളോടുള്ള പ്രോഫസി ശബ്ദം കർത്താവ് പറയുന്നു, നിങ്ങളുടെ മൃഗങ്ങളെയും മനുഷ്യരെയും ഒരുപോലെ ഞാൻ പെരുക്കും. ഒന്ന് വായിക്കാവോ? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-11. ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും. അവർ പെരുകി സന്താനപുഷ്ടി ഉള്ളവരാകും. ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും. നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഞാൻ നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ ചെയ്യും. പണ്ടത്തെ പോലെ ഞാൻ ആളെ പാർപ്പിക്കും. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത നിങ്ങളോടുള്ള ദൂതാണ്. പണ്ടത്തെ പോലെ ഒരു ആദ്യ സ്നേഹത്തിലേക്ക്, ഒരു ഏക മനസ്സിലേക്ക്,
ഏക ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ തിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അപ്പോസ്തലന്മാര് ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെയുള്ള ജനം ഏക ഹൃദയമുള്ളവരായിരുന്നു. എവിടെയൊക്കെയോ നമ്മുടെ ഏക മനസ്സ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഏക ഹൃദയം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിന്റെ ഹൃദയം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോ നിങ്ങളുടെ ഹൃദയം എല്ലാം ഒന്നാവും, ഏക ഹൃദയമാവും. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷനെല്ലാം ഒന്നാവും. അവിടെ സ്വാർത്ഥതയില്ല, അവിടെ ഒറ്റപ്പെടുത്തലില്ല, അവിടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം വെളിപ്പെട്ട് വരും. ഇതിന്റെ അകത്ത് ദൈവാത്മാവ് ഇമ്പാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എത്ര പേര് ആഗ്രഹിക്കുന്നു? കർത്താവ് എന്റെ മേലത് പകരണമേ. ഏക മനസ്സോടെ യേശോപ്പായ്ക്ക് വേണ്ടി നിൽക്കാൻ, റീഗബസി ബലഹീനൻ വരുമ്പോ അവനെയും കൂടി ഒന്ന് കൂട്ടുപിടിക്കാൻ, കുറവുള്ളവൻ പറയും വരുമ്പോ റീഗബസ് അവനെയും കൂടി ഒന്ന് ചേർത്ത് പിടിക്കാൻ. അത് ബിസിനസിന്റെ അകത്ത്, ശുശ്രൂഷയുടെ അകത്ത്, വ്യക്തി ജീവിതത്തിന്റെ അകത്ത്, എവിടെയും ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെയും കൂടി ഒന്ന് കൂട്ടായ്മ, ഒന്ന് ആചരിക്കാൻ. ഇതാ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭോ എത്ര മനോഹരവുമാണ്. അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്നത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കണമെന്നാണ്. അത് എത്ര ശുഭോ എത്ര മനോഹരവുമാണെന്നാണ്. ഇത് പിശാച് സമ്മതിക്കത്തില്ല. നിന്റെ റിലേഷൻ നന്നായി കൊണ്ടുപോകാൻ, നിങ്ങളുടെ കുടുംബജീവിതം നന്നായി കൊണ്ടുപോകാൻ, ശുശ്രൂഷയ്ക്കകത്ത് റീഗബസ് നന്നായി കൊണ്ട് അവൻ സമ്മതിക്കത്തില്ല. ദൈവിക ദർശനം ദൈവം തരുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ അവൻ ശ്രമിക്കും. ഈ തെറ്റായ തെറ്റിദ്ധാരണകൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അതിൻ്റെ അകത്ത് ഭാരപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. നിന്നെ നിന്ദിക്കുന്നവൻ തന്നെ നാളെ നിന്നെ അനുകൂലിക്കും. ആത്മാവിൽ നിന്ന് ദൂത ഏറ്റെടുത്തു കേട്ടോ. നിന്നെ ഇന്ന് നിന്ദിക്കുന്നവൻ പറയും നാളെ. ബീന സിസ്റ്ററിന്റെ പേര് പറഞ്ഞാൽ കുഴപ്പമില്ല, എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. ബീന സിസ്റ്ററെ, നിങ്ങളെ അനുകൂലിക്കുന്ന ഒരു സീസൺ ഉണ്ട്. നീ ഇന്ന് നിന്ദിക്കുന്നുണ്ട്, ഇന്ന് നിനക്കെതിരെ പഠിക്കുന്നുണ്ട്, ഇന്ന് നിന്നെ അപവാദത്തിന്റെ അകത്ത് കുടുക്കുന്നുണ്ട്. ബീന സിസ്റ്ററെ, നാളത്തെ സീസൺ അവൻ പറയും ബീന സിസ്റ്ററിന്റെ ദൈവമാ സത്യ ദൈവ, എനിക്കും ആ ദൈവത്തെ വേണം. എനിക്കും വേണം. ഹല്ലേലൂയ. ഈ ദൈവമാണ് സത്യദൈവം. നിങ്ങൾ എത്ര നിന്ദിക്കും തോറും അവർക്ക് സ്നേഹം കൊടുത്തു നോക്കിക്കേ, അവരുടെ മനസ്സ് മാറുന്ന നമുക്ക് അറിയാൻ പറ്റും. എത്ര നിന്ദിക്കുന്നോ അധികം സ്നേഹം. ഈ മുന്തിരിങ്ങ പിഴിയുമ്പോഴേ ഏറ്റവും അധികം വീഞ്ഞ് വരുന്നത് പോലെ എത്ര നിന്നെ പിഴിഞ്ഞാലും മുന്തിരിക്കകത്ത് നിന്ന് കയ്പ് വരത്തില്ല, അതിൻ്റെ അകത്ത് നിന്ന് മധുരമേ വെളിപ്പെട്ട് വരത്തുള്ളൂ. ആത്മാവ് വിളിച്ച മിനി മാത്യു അടികാഴ്ച ധരിക്കുന്ന പ്രിയ സഹോദരി, നിന്നെ എത്ര ഞെക്കിയാലും നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒന്നും പുറത്തു വരികയില്ല. പലപ്പോഴും ശത്രു നിന്റെ വായിൽ നിന്ന് ചിലതെടുത്ത് നിന്നെ വെട്ടിക്കളയാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവാത്മാവ് എന്നോട് പറയുന്നു, മുന്തിരിക്കകത്ത് നിന്ന് മധുരം വെളിപ്പെട്ട് വരുന്നത് പോലെ, നന്മ വെളിപ്പെട്ട് വരുന്നത് പോലെ നിന്നിലൂടെ ഒരു മഹത്വം വെളിപ്പെടുന്ന സീസൺ ആണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. നിന്റെ ആദ്യ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ ചെയ്യും. നിന്റെ ലൈഫുമായി ഇപ്പൊ നോക്കിയ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുക. കർത്താവ് അങ്ങനെ തന്നെ കാണിക്കുന്നു. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇനി നീ എഴുന്നേൽക്കത്തില്ലെന്നാ പലരും പറയുന്നത്. ഇനി നീ രക്ഷപ്പെടത്തില്ലെന്നാ പലരും പറയുന്നത്. ബന്ധങ്ങളെ തകർത്ത് കളഞ്ഞു. നിനക്ക് ആരും ഇല്ലെന്ന് പിശാച് തെളിയിച്ചുകൊണ്ടിരിക്കുക. ദൈവാത്മാവ് പറയുന്നു, ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രമിച്ച് നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ. നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ കൂടെയാണ് നീ നടക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ ഇഷ്ടമാണ് നീ ചെയ്യുന്നതെങ്കിൽ, ഒരിടത്തും നിന്റെ തല കുനിയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഹന്ന ആ സഭയ്ക്കകത്തു വന്ന് ആരാധിച്ചതുപോലെയാ നീ ആരാധിക്കുന്നത്. അവൾ കരയുന്നത് കണ്ടിട്ട് ഏലി പുരോഹിതന് പോലും ഹന്നായെ മനസ്സിലായില്ല. ചിലർക്കൊന്നും നിന്നെ മനസ്സിലാകുന്നില്ല മിനിസിസ്റ്ററെ. നിന്റെ ഹൃദയം നീ പകർന്നു കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെയാ, ഞാൻ നിന്നെ സഹായിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് പോലും അവർക്കാർക്കും നിന്നെ മനസ്സിലാകുന്നില്ല. നിന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട് മിനിസിസ്റ്ററെ. ആരൊക്കെ നിന്നെ കൈവിട്ടാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലും, ആരൊക്കെ നിനക്കെതിരായി തീർന്നാലും, പരിശുദ്ധാത്മാവ് പറയുന്നു, സ്വർഗ്ഗം എപ്പോഴും നിനക്ക് അനുകൂലമാണെന്ന് മറന്നു പോകരുത്.
ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, കടപ്പിൻ, വാതിലിലൂടെ കടപ്പിൻ, ജനത്തിൽ വഴി ഒരുക്കുവിൻ, പെരുവഴി നികത്തുവിൻ, കല്ല് പെറുക്കി കളവിൻ, ജാതികൾ, ഹല്ലേലൂയ, ജാതികൾക്കായിട്ട് ഒരു കൊടി ഉയർത്തുവിൻ. ഒരു വാതിൽ നമുക്കാകുന്ന വാതിലാണ്. ആ വാതിൽ വഴിയുണ്ട്. ആ വഴി നാം തിരിച്ചറിയണം. കല്ല് പെറുക്കി കളയണം. കല്ല് പെറുക്കി കളയണം. കല്ല് ഏതാണ്? നമുക്ക് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെല്ലാം കല്ലിൽ പെടും. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ചിന്തകളും പ്രവൃത്തികളും ഒക്കെ കല്ലിൽ പെടും. ഞാനൊരു ദൂത് പറയാം, കല്ല് പെറുക്കി കളഞ്ഞാൽ നിന്റെ വഴി സുഗമമാകും. നിനക്ക് സന്തോഷത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റും. കല്ലും കൊണ്ട് നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, തട്ടി വീഴും. ദൂതാണ്. നിന്റെ വഴി തെളിയിക്കേണ്ടതിന് ദൈവം ചിലരെ ഒരുക്കിയിട്ടുണ്ട്. അതിപ്പോ ദൈവത്തിന്റെ മക്കളായിരിക്കാം, അത് ചിലപ്പോ നിന്നോട് സംസാരിക്കുന്ന കൂട്ടുകാരായിരിക്കാം, അത് ചിലപ്പോ നിന്നോട് സംസാരിക്കുന്ന അപ്പനോ അമ്മയോ ഒക്കെ ആയിരിക്കാം. ആര് സംസാരിച്ചാലും വചനത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് നിനക്കുള്ള വഴി തുറക്കപ്പെടുന്നത്. വഴി നികത്തുവിൻ, വഴി നികത്തുവിൻ. ഇന്നലെ വരെ ഇല്ലാത്ത വഴി നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുന്നു. വിശ്വസിക്ക്. ഫെബ്രുവരി മാസം ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. വെറുതെയല്ല നമ്മൾ ഈ ഉപവാസത്തിൽ ഇരിക്കുന്നത്. ചില വഴികളെ തുറക്കാൻ ദൈവത്തിന്റെ റീകബസ്യാബ്ദന ആഗ്രഹമുണ്ട്. അഭിഷിക്ത റോബി ജോർജിയോട് പരിശുദ്ധപ്പ പറയുന്നു, ബിസിനസിന്റെ അകത്ത് ചില വഴികൾ നിനക്കെതിരെ റീകബസ് അടയ്ക്കുമ്പോൾ ഭാരപ്പെടരുത്. ചില മേഖലകളെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെട്ട് റീകബസ്യാബ്ദന ആരോടിന്റെ വിഷമം പറയണം. എനിക്ക് മുമ്പോട്ടിന് പോകാൻ കഴിയുമോ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ പലപ്പോഴും ഉഴലുന്ന ചില അനുഭവങ്ങളുണ്ടെന്ന് പരിശുദ്ധമ്മ പറയുന്നു. ദൈവാത്മാവിനോട് പറയുന്നു, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ അത് നിവർത്തിക്കും. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ അത് നിവർത്തിക്കും. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതികൂലം വരുമ്പോ തളർന്നു പോകരുത്. നിനക്ക് തന്നൊരു ദർശനമുണ്ട്. ആ ദർശനത്തിൽ എത്തിച്ചേർക്കാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. ദൈവത്തിന് തകർത്ത് കളയാൻ പദ്ധതി ഇടുന്നവർ കാണുകയെ തന്നെ, നിന്നെ കരയിക്കാൻ ആഗ്രഹിക്കുന്നവർ കാണുകയെ തന്നെ, നിനക്കെതിരെ വാദഗതികൾ ഉയർത്തുന്നവർ കാണുകയെ തന്നെ ദൈവം ചില ദൈവ പ്രവർത്തികൾ ചെയ്യാൻ പോകുകയാ. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ നിൽക്കുകയാണ്. ചെങ്കടലിന്റെ അകത്തൂടെ മുമ്പോട്ട് പോകാൻ ദൈവം അരുളി ചെയ്യുമ്പോ മോശ നിലവിളിക്കുകയാ, കർത്താവ് എങ്ങനെയാ ഈ നിലവിളിയുടെ രഹസ്യ, എങ്ങനെയാ ഞാൻ ഈ ചെങ്കടലിന്റെ അകത്തുകൂടി കടന്നു പോകുന്നത്? അപ്പോ യഹോവയായ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ കയ്യിലെ വടിയൊന്ന് നീട്ട്. ആ വടിക്ക് ഈ ചെങ്കടലിനെ വിഭാഗിക്കാനുള്ള കഴിവുണ്ട്. നിന്റെ ശബ്ദത്തിന് ചില ചെങ്കടലുകളെ വിഭാഗിക്കാനുള്ള കഴിവുണ്ട്. നിന്റെ മേൽ പകർന്നിരിക്കുന്ന കൃപാവരത്തിന് ചിലതിനെ തകർക്കാനുള്ള കഴിവുണ്ട്. പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, നീ നിസ്സാരക്കാരനല്ല. ഇൻഗ്രേസിന്റെ അകത്തിരിക്കുന്ന ഓരോ ദൈവ പൈതലും കർത്താവിന് സ്പെഷ്യൽ ആണെന്നൊന്ന് വിശ്വസിക്കുക. റീഗബസ് നിന്നോടുള്ള ദൂത് തന്നെയാണ്. ചെങ്കടൽ രണ്ടായപ്പോ ഇസ്രായേൽ ജനം മുഴുവനും ഈ ചെങ്കടലിന്റെ നടുവിലൂടെ യാത്ര ചെയ്യുക. ഇസ്രായേൽ ജനത്തിന്റെ ഇടയ്ക്ക് ചിലര് വിചാരിക്കുക, കർത്താവേ ഈ വഴി ഇങ്ങനെ തുറന്നു കടന്നാൽ പുറകില് ഫറവോന്റെ സൈന്യവും ഞങ്ങളുടെ പുറകിലേ പിന്തുടരും. അതിൻ്റെ അകത്ത് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഈ ചെങ്കടലിന്റെ അകത്ത് ഇവർക്ക് വേണ്ടി തുറന്ന വഴിയിലൂടെ പുറകെ ഫറവോന്റെ സൈന്യം ഉണ്ടായി. എന്താ സംഭവിച്ചത്? നിന്റെ വഴി നിനക്ക് മാത്രമാണെന്ന് ദൈവം തെളിയിക്കും. എന്താ അവിടെ സംഭവിച്ചത്? അവർ നടുക്കെത്തിയപ്പോ കടലിലേക്ക് വീണ്ടും റീഗബരകസി വടി നീട്ടാൻ പറഞ്ഞു. കടല് ഒന്നായി മാറി. ദൂത്, നിനക്ക് ദൈവം ഒരുക്കുന്ന വഴി നിനക്ക് മാത്രമാ. റീഗബസ് ദൈവത്തിന്റെ രാജ്യത്തിന്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും വിശുദ്ധ ജീവിതവും നയിക്കുന്ന ദൈവ പൈതലെ, നിന്റെ വഴിയിൽ കൂടെ ശത്രുവിന് പോകാൻ കഴിയില്ല. പ്രിയ സഹോദരി ശൈല ജോഷി, പ്രിയ ആന്റിയോട് പരിശുദ്ധാത്മാവ് ദൂത് പറയാൻ പറയുന്നു, നിനക്കു വേണ്ടി
ദൈവം തുറന്നിരിക്കുന്ന വഴി നിനക്ക് മാത്രമായി. ശത്രുക്കൾക്ക് അതിന്റെ അകത്തൂടെ പ്രവേശിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം ഒരുക്കിയ വഴിയാണ്. ദൈവത്തിന്റെ വഴി അത് തികവുള്ളതാണ്. നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ചെങ്കടൽ സമാനമായ ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തലമുറയുടെ വിഷയത്തിൽ നിന്നെ കരയിക്കാൻ ശ്രമിക്കുന്ന ചില മേഖലകൾ പരിശുദ്ധാത്മനെ കാണിക്കുന്ന ഒന്നിനും നിന്നെ തൊടാൻ കഴിയാത്ത നിലവാരത്തിൽ നിന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. രഹസ്യം മാറി മാറി പ്രശ്നങ്ങളെ കൊണ്ടുവന്ന് മാറി മാറി പ്രയാസങ്ങളെ കൊണ്ടുവന്ന് നിന്നെ തകർത്ത് കളയാൻ ചില ദലീലയുടെ ശക്തികൾ നിനക്കെതിരെ നിൽപ്പുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം കൂടെ ഉള്ളത് കൊണ്ട് നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര വലിയ തീച്ചൂള നിനക്കെതിരെ വന്നാലും, എത്ര വലിയ സിംഹമുഖം നിനക്കെതിരെ വന്നാല്, എത്ര വലിയ പെരുവെള്ളം നിനക്കെതിരെ കവിഞ്ഞാല്, പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിന്നെ തൊടാൻ അതിനൊന്നും കഴിയില്ല. കാരണം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നെഞ്ചിന്റെ ഭാഗത്ത് ഒരു കൊളുത്ത് പിടിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് പ്രിയാന്റിയെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ഒരു നൂക്കം കർത്താവിനെ കാണിക്കുന്നു. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം ദിവസം 13-ാമത്തെ സെക്ഷനിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ നൂകത്തെ കർത്താവിനെ എടുത്തു കളയുകയാ. ദൂതൻ ഇറങ്ങി സൗഖ്യമാക്കുകയാ. അവന്റെ അടിപ്പിണരാളുടെ വിടുതൽ. ഇനി ആ ഭാരം വേണ്ട. നീ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കത് വേണ്ട, ആരാധിക്കുന്ന നിങ്ങൾക്കത് വേണ്ട. രോഗശക്തി പൂർണ്ണമായി കത്തി അഴിഞ്ഞു മാറിപ്പോകുന്നത് അവൻ ഞാൻ കാണുകയാ. സ്ത്രീകളൊന്ന് വിശ്വസിക്കുക. എത്ര വലിയ രോഗമായാലും ഡോക്ടർ പറഞ്ഞു ഇനി നടക്കത്തില്ലെന്ന്, മെഡിക്കൽ സയൻസ് പറഞ്ഞു ഇനി രക്ഷയില്ലെന്ന്, ഏത് രോഗമായാലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നോക്കി കരയുന്ന ചിലർ ഇതിന്റെ ഒക്കെ തിരുന്ന പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ വിളിച്ചു പറയുന്നു, മാനുഷ്യമായിട്ടുള്ള എല്ലാ കോട്ടകളെയും, ദുഷ്ടന്റെ എല്ലാ പദ്ധതികളെയും, രോഗത്തിന്റെ മണ്ഡലങ്ങളെയും പരിശുദ്ധാത്മാവിന് മാറ്റാൻ കഴിയും. ദൈവത്തിന്റെ കരം, അവന്റെ അടിപ്പെടാനുള്ള വിടുതൽ നിനക്ക് വേണ്ടി സ്വർഗം പോവുകയാണ്. ഹല്ലേലൂയ. ചതഞ്ഞ ഓടവൻ ഒടിച്ചു കളയത്തില്ല. ലോകം നിന്നെ മാറി കടന്നു പോകും കേട്ടോ. ചതഞ്ഞ ഓട എന്താ പറയുന്നത്? ഒരു ഉപയോഗം ഇല്ലാത്ത, ഒരു നന്മയില്ലാത്ത, ഇതിന്റെ അകത്തൊന്നും ഒരു അനുഗ്രഹം വെളിപ്പെടാൻ ഇത് സാധ്യതയില്ല. ഇത് കാണുമ്പോൾ മനുഷ്യൻ നിന്നെ ഇട്ടിട്ട് പോകും. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു, ചതഞ്ഞ ഓട അവൻ ഓടിച്ചു കളയത്തില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തി കളയത്തില്ല. ഹല്ലേലൂയ. പുകയുന്ന തിരിയാണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിൽ അവസാനിക്കാം അല്ലെ? പുകയുന്ന തിരി ഏത് സമയം വേണമെങ്കിലും അതിന്റെ എന്താണ് ആ ഒരു പുക തീർന്നു പോകാം. കർത്താവ് എന്നോട് പറയുന്നു, എപ്പോഴവസാനിക്കുമെന്ന് നോക്കിയിരിക്കുന്ന ചിലരുണ്ട് ഇതിന്റെ അകത്ത്. എന്റെ ജീവിതം തീർന്നല്ലോ അപ്പാ, ഇനി എങ്ങനെ ഞാൻ രക്ഷപ്പെടും? എനിക്ക് ഒരു ചാൻസും ഇല്ല. രക്ഷപ്പെടുമെന്നുള്ള ആശയവും കറ്റുപോയ ചിലർ ഇന്ന് വളരെ കണ്ണുനീരോടെ ദൈവശബ്ദം കേൾക്കുമ്പോ കർത്താവ് എന്നോട് പറയുന്നു, രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ലെന്ന് നിനക്ക് തോന്നുമ്പോ സ്വർഗം ചില ചാൻസുകളെ ഒരുക്കി ചില മേഖലകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോവാ കേട്ടോ. ആത്മാവിലൊന്ന് കരങ്ങളടിച്ച് സ്തുതിച്ചു തുടങ്ങ. നിനക്ക് വഴി അറിയാത്ത ചില ഇടങ്ങളിൽ സ്വർഗ ചില വഴികൾ തുറക്കാൻ പോകുക. നിന്നെ കെട്ടാൻ ശ്രമിക്കുന്ന ഏത് കയറായാലും ആത്മമണ്ഡലത്തിന്റെ അകത്ത് കത്തി കരിഞ്ഞു പോകാൻ പോവുക. ശിംശോനെ കെട്ടിയ കയറ് കത്തി കരിഞ്ഞതുപോലെ ചണനൂല് പോലെ ആയതുപോലെ തലയെ കെട്ടിവെച്ച്, ചെവിയെ കെട്ടിവെച്ച്, നെഞ്ചിനെ കെട്ടിവെച്ച്, കാലുകളെ കെട്ടിവെച്ച് നൂകം വെച്ച് ഒതുക്കുന്ന ചില കോട്ടകൾ ആത്മാവിൽ പരിശുദ്ധർ വിളിക്കുക. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുകയാ. ഒരു ഒടിവ് സംഭവിച്ച് ഭവനത്തിൽ റെസ്റ്റ് ആയിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവിനെ കാണിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കുകയാണ്. നിങ്ങളുടെ ശരീരം നോർമലാകാൻ പോകുകയാ. നിങ്ങൾ റെസ്റ്റിലാണ്. കർത്താവ് പറയുന്നു, വേഗത്തിൽ ചില പ്രതിക്രിയകൾ ഡോക്ടർ പറഞ്ഞതിനേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ ശരീരം റിക്കവർ ആകാൻ പോകുന്നെന്ന് കർത്താവ് ആലോചന പറയുന്നു. ഹല്ലേലൂയ. കർത്താവിന് ഒരു നിമിഷം മതി കേട്ടോ. കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിനെ പ്രവർത്തിക്കാൻ ഒരു വാക്കു മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹരോന്റെ വടി തളിർത്തത് ഒറ്റ രാത്രി കൊണ്ടാണ്.
12 ഗോത്രത്തിന്റെ വടി നിരത്തി വെക്കുമ്പോ ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടി തളിർത്തെങ്കിൽ ഇതിന്റെ അകത്ത് ദൂത് റീഗസ് നിന്റെ വടി തളിർക്കാൻ പോവുകയാ. നിന്റെ ജീവിതത്തിന്റെ അകത്ത് നന്മ വെളിപ്പെട്ട് വരാൻ പോവുകയാ. ഒറ്റ രാത്രി കൊണ്ട് രഹസ്യ വർഷങ്ങൾ കൊണ്ട് ചിലര് നേടിയെടുക്കുന്നത് നിമിഷങ്ങൾ കൊണ്ട് നീ നേടിയെടുക്കും. ദിവസങ്ങൾ കൊണ്ട് നീ നേടിയെടുക്കും. ചിലർ ആഴ്ചകൾ കൊണ്ട് നേടിയെടുക്കുന്നത് മിനിറ്റുകൾക്കകം നീ നേടിയെടുക്കുന്നത് ദൈവത്തിന്റെ ഫേവറ. ഓ റലാ റൂദുനി സീസണേക്കാൾ അപ്പുറമായി നീ വളരാൻ പോവാ. സീസൺ നോക്കത്തില്ല. നിന്റെ വളർച്ചയ്ക്ക് സീസൺ ഒരു പ്രശ്നമല്ല. റീഗരേതന മുറിവിലാണ്, വേദനയിലാണ്, ചിരിക്കത്തിലാണ്, പ്രയാസത്തിലാണ്. ഇനി എഴുന്നേക്കാൻ പറ്റത്തില്ലെന്ന് നിനക്ക് തോന്നും. പക്ഷെ നീ വളർന്നിരിക്കും, നീ ഫലം കായ്ച്ചിരിക്കും, നീ പുറത്തു വന്നിരിക്കും. റീഗബരകരക ദുരിദുരി ദുരിരിക ബരഹദരം ദിനി രകരാധനരകലാതിനി റീഗബര ദുരിരകബസി ഹപ്തരേഗബ. മത്തായിയുടെ സുവിശേഷം 11-20 വാക്യത്തിൽ ഫലം കായ്ക്കാത്ത ചിലരെ കുറിച്ച് ദൈവാത്മാവ് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. കോരസീനെ ബെത്സയിലെ കബർന്നഹൂമേ നീ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ. റീഗലേതനെ കർത്താവ് മാനസാന്തരം ആഗ്രഹിക്കുകയാ. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് എവിടെയെങ്കിലും ദുഷ്ടന് ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പറ, ദുഷ്ടന് കൊടുത്ത ഇടത്തെ ഞാൻ കത്തിക്കുക. ഉപവാസ പ്രാർത്ഥന പറ, ഞാൻ കത്തിക്കുക, തീയിട്ട് കത്തിപ്പിക്കുക. എന്തിനാ തീയിട്ട് കത്തിക്കുന്നത്? ദഹിച്ചു പോകണം. ഇനി ഒരിക്കലും എഴുന്നേറ്റ് വരാൻ കഴിയാതെ ചില ജഡപ്രവൃത്തികൾ ആത്മാവിൽ പരിശുദ്ധാത്മാവ് കത്തിക്കുക. രഹസ്യം ഒരു ഭയങ്കര ദേഷ്യം, ഭയങ്കര കോപം, ഭയങ്കര പിണക്കം, ഭയങ്കര ഒരു രഹസ്യ ജീവിതത്തിന്റെ അകത്ത് ഒന്ന് മുന്നേറാൻ കഴിയാതെ ജഡത്തിന്റെ കോട്ടകൾ നിന്നെ കെട്ടി മുറുക്കി വച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊന്ന് പറ, ആ ജഡത്തിന്റെ കോട്ടയെ ഞാൻ കത്തിക്കുക. ആത്മാവി നടക്കാൻ പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ. റീകലെ തെനേതനാദരികപരകതുരി നഷ്ടപ്പെട്ടു പോയത് നിന്റെ ജീവിതത്തിന്റെ അകത്ത് മടങ്ങി വരും. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ ഇന്ന് ഈ മീറ്റിംഗ് കഴിയുമ്പോ കുഞ്ഞെ പിശാച് തകർത്ത ചില ബന്ധങ്ങൾ ദൈവം മടക്കി തരാൻ പോവാ. വിശ്വസിക്കാമോ? നീ കരഞ്ഞ വിഷയമുണ്ടല്ലോ, നിന്നെ ഭാരപ്പെടുത്തിയ വിഷയമുണ്ടല്ലോ, ചിലരൊക്കെ നിന്നെ വിട്ടുപോയി നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടല്ലോ, ചില തെറ്റിദ്ധാരണകൾ കാരണം ചിലർ നിനക്ക് വിരോധമായി തീർന്നപ്പോ പരിശുദ്ധ ദൈവം നിനക്ക് അനുകൂലമാ. മുമ്പോട്ട് ഉയർച്ചയെ തടസ്സം ചെയ്യാനാ. ഭാരപ്പെടണ്ട, പ്രയാസപ്പെടണ്ട. നിനക്ക് വേണ്ടി ദൈവം ചില വഴികൾ തുറക്കാൻ പോവാ. എസ്തറിന് ഒരു മുർദെഖായി ഒരുക്കിയതുപോലെ, ദാവീദിനൊരു യോനാഥാനെ ഒരുക്കിയതുപോലെ ചില ഡെസ്റ്റിനി ഹോൾഡേഴ്സുമായി നിങ്ങൾ കണക്ട് ആകാൻ പോവാ. വിശ്വസിക്ക്. നിങ്ങളെ ഉയർത്താൻ, നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, നിങ്ങളെ അടുത്ത മേഖലയിൽ എഴുന്നേൽപ്പിക്കാൻ ദൈവം ആരെയാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുമായി നിങ്ങൾ കണക്ട് ആകാൻ പോവാ. വിശ്വസിച്ചോ? രൂത്തിനൊരു ബോവസിനെ ഒരുക്കിയതുപോലെ രൂത്തിന് വയലെന്താണെന്ന് അറിയത്തില്ല, അതേ രൂത്തിനെയാണ് കൊയ്ത്തിന്റെ യജമാനത്തിയാക്കിയത്. റീഗം നിനക്കൊന്നും അറിയത്തില്ലായിരിക്കാം. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ ചില ഇടങ്ങളിൽ കർത്താവ് നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചില ഇടങ്ങളിൽ ദൈവം നിനക്ക് നന്മ തരാൻ ആഗ്രഹിക്കുന്നു. ലോകം പറയുന്നത് പോലെ അല്ല നിന്റെ ഭാവി. തന്നെ കർത്താവിന്റെ കയ്യിൽ നിന്റെ ഭാവി സുരക്ഷിതമാണ്. നീ തകർന്നു പോകാൻ കാത്തിരിക്കുന്നവർ കാണുകയെ തന്നെ ദൈവം ചില ദൈവ പ്രവർത്തികൾ ചെയ്യാൻ പോകുക. ഡിവൈസിലായിരിക്കുന്ന പ്രിയാന്റിയോട് പരിശുദ്ധാത്മ പറയുന്നു, പലപ്പോഴും മാനസികമായി തളർത്തി മുമ്പോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെടുത്തുന്ന ചില മേഖല ഉണ്ടെന്ന് പരിശുദ്ധാത്മ പറയുന്നു. വഴി അറിയാതെ നിൽക്കുന്ന ചില മേഖലകളുണ്ട്. എങ്ങനെ മുമ്പോട്ട് പോകും? മുമ്പിൽ ചെങ്കടലാണ്, പുറകിൽ ഫറവോന്റെ സൈന്യമാണ്. മുമ്പിലോട്ടും പോകാൻ പറ്റില്ല, പുറകിലോട്ടും പോകാൻ പറ്റില്ല. അങ്ങനെ നിങ്ങളെ ഞെരുക്കുന്ന ചില സാഹചര്യങ്ങളെ ഇന്നത്തെ മീറ്റിംഗിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് പൂർണ്ണമായി തകർത്ത് കളയുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു.
വിശ്വസിക്കുക. പടകിന്റെ അകത്ത് ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാ. റീതരെ ധനരകമാറത് നീ എന്ത് നശിച്ചു പോകും, എന്ന് നിന്റെ പേരില്ലാതെയാകുമെന്ന് നോക്കി നിൽക്കുന്ന ചില ശത്രുക്കളുണ്ട്. ഭാരപ്പെടേണ്ട, അവരുടെ മുമ്പിൽ തന്നെയാ നിങ്ങളുടെ മാന്യത. നിന്നെ നിന്ദിച്ചവൻ നിന്റെ നന്മ കാണുമെന്ന്, നിന്നെ അപമാനിച്ചവൻ നിന്റെ രഹസ്യ അനുഗ്രഹം കാണുമെന്ന്. നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞവർ നിങ്ങളെ തിരക്കി വരുന്ന ഒരു സമയമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. റീക്കലേതന നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. വല്ലാതെ നിങ്ങൾ കരഞ്ഞല്ലേ, വല്ലാതെ നിങ്ങൾ ഉടയപ്പെട്ടല്ലേ, ഇനി എനിക്ക് ആരുമില്ലല്ലോ കർത്താവ്, ഇങ്ങനെ ഭാരപ്പെടാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് പലപ്പോഴും മുഖത്തോട് മുഖം നോക്കി നിങ്ങൾ പറഞ്ഞ രഹസ്യ സമയങ്ങളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. നിന്റെ ജീവകാലത്ത് ഒരിക്കലും കരയരുത്, കരച്ചിൽ നിർത്ത്, സന്തോഷിക്കാനുള്ള സമയമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കും. ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ആന്റി. ദുഷ്ടരിട്ട പദ്ധതികളെല്ലാം തന്നെ എന്റെ അപ്പ ഇന്ന് പൊളിക്കുക. നിന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട്, കുടുംബവുമായി ബന്ധപ്പെട്ട് ദുഷ്ടനിട്ട എല്ലാ പദ്ധതികളും, മനുഷ്യനിട്ട എല്ലാ പദ്ധതികളും, സാഹചര്യങ്ങളിട്ട എല്ലാ പദ്ധതികളും പരിശുദ്ധ പൊളിക്കുക. എനിക്ക് നിങ്ങളെ അറിയില്ല, പക്ഷെ അസാധാരണ തീ നിങ്ങളുടെ പേര് കത്തുന്നത് ഞാൻ കാണുന്നു. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ കർത്താവ് നിങ്ങളെ എണ്ണാൻ പോകുകയാ. നശിച്ചു പോകുവാൻ കാത്തിരിക്കുന്നവർ കാണുകയെ തന്നെ, കരയിപ്പിക്കാൻ കാത്തിരിക്കുന്നവർ കാണുകയെ തന്നെ ദൈവം ചില ദൈവ പ്രവൃത്തികൾക്ക് വേണ്ടി ആ ദേശത്ത് തന്നെ നിങ്ങൾ ഉപയോഗിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ചെയ്യുന്നതെല്ലാം നഷ്ടവും, എവിടെയൊക്കെ തൊടുന്നു അവിടെയൊക്കെ ആരുമായി പറയുന്നു, ഇനി മുതൽ നിന്റെ നന്മ എടുത്തു കളയുന്ന ഒരു കൊടുക്കത്തില്ല. ഇതിന്റെ അകത്ത് പ്രിയ സഹോദരങ്ങളോട് ദൂത് പറയുമ്പോൾ തന്നെ ഇതേ അനുഭവത്തിലൂടെ പോകുന്ന ചിലർ ഇതിന്റെ അകത്തിരിപ്പുണ്ട്. നിന്റെ നന്മയിന് കുറുക്കനിനി റീകപരം മറ്റൊരു വ്യക്തിക്ക് വിട്ടുകൊടുക്കത്തില്ല. നീ അനുഭവിക്കേണ്ട നന്മകൾ നിന്റെ പടകിന്റെ അകത്ത് വരും. വിശ്വസിച്ചോ? ആമേൻ പറഞ്ഞോ കേട്ടോ. റീക്ക പറഞ്ഞതിൽ നീ അനുഭവിക്കേണ്ട നന്മകൾ, നീ അനുഭവിക്കേണ്ട വിടുതലുകൾ, നീ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങൾ നിന്റെ പടകിന്റെ അകത്ത് തന്നെ നിനക്കു വേണ്ടി ദൈവം ഒരുക്കുന്ന വഴി നിനക്കുള്ളത് മാത്രമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാവിൽ ആരൊക്കെ അത് സ്വീകരിക്കുന്നുണ്ട്. റീഗോ പറഞ്ഞത് ഭാരപ്പെടരുത്, ഞെരുങ്ങരുത്. മുറിപ്പെട്ടിരിക്കുന്ന ചില ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവെന്ന് പണിയുകയാ. നാശത്തിലേക്ക് പിന്മാറ്റി കളയാൻ, ഭാരപ്പെടുത്തി കളയാൻ പലവിധത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ഉറച്ചു നിൽക്കുക, നീ യഹോവയുടെ രക്ഷ കാണും. ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കാൻ സമ്മതിക്കത്തില്ലെന്ന് വാദഗതി ഉയർത്തുമ്പോ നീ ഉറച്ച് നിക്കണം, ഉറച്ചു നിക്കണം. ഉറച്ചു നിൽക്കാൻ സമ്മതിക്കത്തില്ലെന്ന് വാദഗതി ഉയർത്തി ശത്രു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഭയപ്പെടണ്ട, നീ ഉറച്ചു നിൽക്ക. ഭയം വരരുത്, സംശയം വരരുത്, നിരാശ വരരുത്. ആരുടെക്കോ പരിശുദ്ധാത്മാവ് ഒരു തീ പിടിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കർത്താവ് ഇതിന്റെ അകത്ത് ജനത്തെ കൊണ്ടുപോകുന്ന നന്ദി പറയുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചില കെട്ടുകൾ പൊട്ടി ഇതിന്റെ അകത്ത് ചിലത് പുറത്തു വരികയാ. നീന് പുറത്തു വരുന്നത് ഒരു അത്ഭുതമായിട്ടായിരിക്കും, നീന് പുറത്തു വരുന്നത് ഒരു അതിശയ വിഷയമായിട്ടായിരിക്കും. നീ പലർക്കും ഒരു അത്ഭുതമായി പുറത്തു വരുന്ന ഒരു സീസൺ തുറക്കുകയാ. ഓ എത്ര നാൾ ഓടുമെന്ന് നോക്കട്ടെ, എത്ര നാൾ നടക്കുമെന്ന് നോക്കട്ടെ എന്നൊക്കെ വിധി എഴുതി കാത്തിരിക്കുന്ന ചിലർ നിന്റെ നന്മ കാണുമെന്ന് സഹോദര, നിന്റെ നന്മ കാണുമെന്ന് സഹോദരി. ഒന്ന് ദൂത് ഏറ്റെടുക്കാമോ? മനുഷ്യൻ നിന്നെ കുറിച്ച് എന്തും പറഞ്ഞോട്ടെ, സാഹചര്യം നിന്നെ കുറിച്ച് എന്തും പറഞ്ഞോട്ടെ, ദൈവത്തിന് നിന്നെ നല്ലതുപോലെ അറിയാം. നീ ആരാണെന്ന് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. ആരൊക്കെ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ കരച്ചിലോടുകൂടി ഇതിന്റെ അകത്തിരിക്കും, നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ട്. എനിക്കറിയാം ഇന്നത്തെ ദൂത് നിങ്ങളുടെ ലൈഫിൽ
അകത്ത് വലിയൊരു ചേഞ്ച് ഉണ്ടാക്കും. എനിക്കറിയാം, ഞാൻ ഇടുന്നത് തീയാണെന്ന് എനിക്കറിയാം. ശരീരത്തിന്റെ അകത്ത് ചില വിറയലുകൾ ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. ശരീരത്തിന്റെ അബ്നോർമൽ ആയിട്ടുള്ള പ്രവൃത്തികൾ കർത്താവ് സൗഖ്യമാക്കുക. വിശ്വസിക്കുക. ശരീരത്തിന്റെ അബ്നോർമലായ കണ്ടീഷൻ സൗഖ്യമാക്കട്ടെ. ഭാരപ്പെടുത്താൻ കാത്തിരിക്കുന്നവർക്ക് നിന്നെ ഇനി കിട്ടത്തില്ല. കരയിക്കാൻ കാത്തിരിക്കുന്നവർക്ക് നിന്നെ ഇനി കിട്ടത്തില്ല. നിന്നെ അപമാനിക്കാൻ കാത്തിരിക്കുന്ന നിന്നെ കാത്തിരിക്കുന്നവർക്ക് ലീഗസ് നിന്നെ കിട്ടത്തില്ല. അവന്റെ സംരക്ഷണത്തിന്റെ അകത്താണ് നീ. ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയുമാകുന്നു. അവൻ കഷ്ടകാലത്ത് ഏറ്റവും അടുത്ത തുണയാ. നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും അടുത്ത തുണയായി നിൽക്കുമെന്ന് നീ വിചാരിച്ച പലരും നിന്നെ വിട്ടിട്ട് പോകുമ്പോ അവന് ഏറ്റവും അടുത്ത തുണയാ. ദൈവം നമുക്ക് സങ്കേതവും കോട്ടയുമാകുന്നു. നമ്മുടെ കഷ്ടങ്ങളിൽ എല്ലാവർക്കും മനസ്സറിയത്തില്ല, പക്ഷെ മനസ്സറിയുന്ന ചിലരുണ്ട്. അവരെ കൂട്ടുപിടിച്ചോണം കേട്ടോ. അവരെ നിങ്ങൾ തിരിച്ചറിയണം. നിന്റെ കണ്ണൊന്ന് നിറയുമ്പോ, നീ ഒന്ന് ഭാരപ്പെടുമ്പോ, നീ ഒന്ന് തളർന്നു പോകുമ്പോ, നീ പറയാതെ തന്നെ അവർ ഏത് രാജ്യത്തിലിരുന്നാലും മനസ്സിലാവും. പ്രിയ സഹോദരി ബീന സിസ്റ്ററോട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ ശബ്ദം ഒന്ന് ഇടറിയാൽ, നിങ്ങളുടെ കാലൊന്ന് തളർന്നു പോയാൽ, നിങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത ചിലര് ഈ രാജ്യങ്ങളിൽ ഇരുന്ന് പോലും അവർ മനസ്സിലാക്കി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം കർത്താവിനെ കാണിക്കുന്നു. ഭാരപ്പെട്ടു പോകരുത്. ഒരു ദെബോരയെ പോലെ ന്യായവാദ ശുശ്രൂഷയാണ് മുമ്പിലുള്ളത്. ചില വ്യക്തികളെയൊക്കെ ദൈവരാജ്യത്തിലേക്ക് വലിച്ചെടുക്കണം. ചില നിന്ദകളൊക്കെ അനുഭവിച്ചേ പറ്റൂ, ചില പഴികളൊക്കെ കേട്ടേ പറ്റൂ. നാഥന് നല്ല പേര് കൊടുത്ത നാടല്ല ഇത്, അത് മറന്നു പോകരുത്. നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനി എന്തിനായി. നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനി എന്തിനായി. മനുഷ്യൻ ഇന്ന് നമ്മളെ സ്നേഹിക്കുന്നതിന് സിസ്റ്റർ നാളെ തള്ളിക്കളയും. ഭാരപ്പെടരുത്. നമ്മുടെ ദൈവം നമ്മൾ ഒരിക്കലും തള്ളിക്കളയില്ല. ആരൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയാലും സിസ്റ്റർ ഉപേക്ഷിച്ചിട്ട് പോകാൻ ദൈവത്തിന് കഴിയില്ല. കാരണം ദൈവത്തിന്റെ പ്രിയ മകളാണ് സിസ്റ്റർ എന്ന് പരിശുദ്ധ ആലോചന പറയുന്നു. ഇതിന്റെ അർത്ഥത്തെ എനിക്കറിയില്ല. ഗ്രേസുമായി ബന്ധപ്പെട്ട് വല്ലാതെ മുറിപ്പാടുകൾ ഞാൻ കാണുന്നുണ്ട്. ചില മനുഷ്യർ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ ഉടച്ചിരിക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. 7-ാം ദിവസം ഈ 13-ാം സെക്ഷന്റെ അകത്ത് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിന്നെ എനിക്കറിയാം, നീ എന്റെ മോളാ. ഭിന്നത ഉണ്ടാക്കുകയും നിനക്കെതിരെ അപവാദം വരുത്തുകയും ചെയ്യുന്ന വ്യക്തികൾ കാണുകയും തന്നെ ദൈവം നിന്റെ തലയെ ഉയർത്തും. എന്തിനാ പോരെന്നറിയാവോ? നീ ഈ ദർശനം മുമ്പോട്ട് കൊണ്ടുപോകരുത്. ഇൻക്രീസ് പ്രയർ ഫെലോഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകരുത്. അതിനെതിരെ അവർ അമ്പെറിയുമ്പോ നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന്, നിന്റെ സർവശക്തന്റെ കീഴിൽ അവൻ നിന്നെ മറയ്ക്കുമെന്ന് പിടി കിട്ടുന്നുണ്ടോ? ഇതുവരെ നിന്നത് ദൈവത്തിന്റെ കൃപയാ. നിന്നെ എങ്ങനെ ബന്ധിക്കാം? നിന്റെ ശക്തി എന്തിലാണ്? അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ചാരന്മാരെ അവർ വിട്ടുനോക്കി, പക്ഷെ പറ്റിയില്ല. കാരണം നീ നിൽക്കുന്നത് ദൈവകൃപയാല. അവനറിയില്ല, അവനല്ലാത്ത ചിലത് നിന്റെ കയ്യിലുണ്ടെന്ന്. നിന്റെ ആരാധന, നിന്റെ പ്രാർത്ഥനയൊക്കെ നിന്റെ രഹസ്യമാണെന്ന് അവന് തിരിച്ചറിയാൻ കഴിയില്ല. അവനതില്ല. ഇതിന്റെ അകത്ത് ചില വ്യക്തികളോട് പരിശുദ്ധൻ വ്യക്തമായി പറയുന്നു, നിന്നെ നോക്കിയിരിക്കുന്നവർ കാണുകയെ, നിന്നെ കരയിപ്പിക്കാൻ ശ്രമിക്കുന്നവർ കാണുകയെ, വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവർ കാണുകയെ, സ്വർഗം നിനക്ക് വേണ്ടി ചില സൂപ്പർ നാച്ചുറൽ വഴികൾ തുറക്കുകയാ. സ്വർഗം തുറക്കുന്ന വഴിക്കകത്ത് റീഗബസ് എല്ലാം നിനക്ക് വേണ്ടിയത് എല്ലാം ഉണ്ട് കേട്ടോ. നിനക്ക് വേണ്ടിയുള്ള നന്മകളെല്ലാം ഉണ്ട്. നിനക്ക് വേണ്ടിയുള്ള അനുഗ്രഹം എല്ലാം ഉണ്ട്. നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ പ്രൊവിഷൻസും അതിൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തെ, ഈ ഭൂമിയെ കർത്താവ് സൃഷ്ടിക്കുമ്പോ മനുഷ്യനെ ഏറ്റവും അവസാനമാണ് സൃഷ്ടിച്ചത്. എന്തിനാ ഏറ്റവും അവസാനത്തിൽ സൃഷ്ടിച്ചത്? മനുഷ്യന് വേണ്ടിയതെല്ലാം ആദ്യം സൃഷ്ടിച്ചിട്ടാ മനുഷ്യനെ സൃഷ്ടിച്ചത്. നിനക്ക് എന്ത് വേണമെന്ന് കർത്താവിന് അറിയാം. നീ ഭാരപ്പെടണ്ട.
അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലു എന്റെ കർത്താവിന്റെ മേലിട്ടുകൊള്ളു. ഇന്ന് ഈ പ്രഭാതത്തിൽ വചനം കേട്ട ഓരോ ദൈവമക്കളൊന്നും ആത്മാവിലൊന്ന് കണ്ണുകളടിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. പരിശുദ്ധാത്മാവെ, കേട്ട ദൈവ ശബ്ദത്തിനായി സ്തോത്രം. ആദ്യ ഭാഗങ്ങളിൽ കർത്താവ് നമ്മോട് സംസാരിച്ച് ബന്ധങ്ങളെ സൂക്ഷിക്കണം. രണ്ടാമതായി പരിശുദ്ധാത്മ നമ്മോട് സംസാരിച്ച് നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കണം. മൂന്നാമതായി കർത്താവ് നമ്മോട് സംസാരിച്ചു എവിടെയെങ്കിലും മാനസാന്തരപ്പെടേണ്ടതുണ്ടെങ്കിൽ അവിടെ മാനസാന്തരപ്പെടണം. നാലാമതായി കർത്താവ് നമ്മോട് സംസാരിച്ചു നമ്മുടെ അവസ്ഥയെ നല്ലതുപോലെ കർത്താവിനെ അറിയാം. ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയത്തില്ല, പുകയുന്ന തിരി അവൻ കെടുത്തി കളയത്തില്ല. ഹൃദയം നുറങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ വിട്ടുകളയുവാൻ ദൈവത്തിന്റെ ഹാലിൽ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആത്മാവിൽ കണ്ണുകൾ അടച്ചെന്ന് പ്രാർത്ഥിച്ചോ. പരിശുദ്ധ പിതാവെ, ഇന്ന് കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ പ്രിയ മക്കൾ ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, ഞങ്ങളുടെ ഹിതമല്ല, എന്റെ പൊന്നു പിതാവിന്റെ ഹിതം ഞങ്ങളിൽ പൂർണ്ണമായി നിറവേറി വരട്ടെ. ഇൻ ഗ്രേസ് ഫെലോഷിപ്പിന്റെ അകത്ത് 7 ദിവസം മീറ്റിംഗ് നടത്തുവാൻ ദൈവം ഒരുക്കിയ വലിയേറെ കൃപയ്ക്കായി നന്ദി. മോർണിംഗ് സെക്ഷനിൽ കടന്നു വരുവാൻ പ്രിയ നാദാദേവ മക്കളോടൊപ്പം ആയിരിക്കാൻ ദൈവം ഒരുക്കിയ വലിയേറെ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ഇന്ന് വൈകുന്നേരം നടക്കുന്ന സെക്ഷനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 6 സെക്ഷനിലും കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസിമാരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കൾക്ക് ദൂത കൈമാറാൻ പ്രിയ മക്കളെ സഹായിച്ചതിനായി സ്തോത്രം. ദൈവരാജ്യ ഭൂമി സ്ഥാപിതമാകട്ടെ. അപ്പൊ അനേകം പേര് യേശുവിന് വേണ്ടി നേടാൻ ഈ ഗ്രൂപ്പിനെ ഇനിയും ശക്തമായി ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പ്രത്യേകിച്ച് ബീന സിസ്റ്റർ അജയ് ബ്രദറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന യേശപ്പച്ച, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ യേശപ്പ അങ്ങ് സഹായിക്കണമേ. ഇതിന്റെ അകത്ത് ഓരോ ഭാഗങ്ങൾ ലീഡ് ചെയ്യുന്ന വർഷിപ്പ് ചെയ്ത പ്രിയ ആന്റി പ്രാർത്ഥിച്ച മക്കൾ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ ഇവരെ കരങ്ങളെ ശക്തീകരിക്കണം. പ്രത്യേകിച്ച് ഇവർക്ക് വേണ്ടുന്ന എല്ലാ പ്രൊവിഷൻസും സ്വർഗത്തിൽ നിന്ന് കർത്താവ് തുറക്കണം. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതവണ്ണം അനുഗ്രഹം ചൊരിഞ്ഞങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, അങ്ങയുടെ ഇഷ്ടം സംസാരിപ്പാൻ, അങ്ങയുടെ ഹിതം ചെയ്യാൻ, അങ്ങയുടെ വചനത്തിലോടാൻ ഞങ്ങളെല്ലാവരും അഭിഷേകം ചെയ്ത് മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നിറയ്ക്കണം. എല്ലാ മാനവും മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളെ കാണാൻ ദൈവം ഒരിക്കൽ വലിയ അവസരത്തിനായി സ്തോത്രം. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.